നമസ്കാരം. ഗൾഫിൽ പീഡന ശ്രമത്തിനിടയിൽ സ്വയരക്ഷാർത്ഥം കൊല ചെയ്യേണ്ടി വന്ന ഒരു സാധാരണ സ്ത്രീയായ നിമിഷപ്രിയയുടെ വധശിക്ഷ ഏതാനും ദിവസത്തിനകം നടപ്പിലാക്കും. നിമിഷപ്രിയയുടെ മോചനത്തിനായി രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ചാണ്ടി ഉമ്മനും മറിയാമ്മയും. അപ്പയുടെ അവസാന ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഇത്. അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്ന് വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരനോടും പ്രവാസി വ്യവസായി MA യൂസഫലിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരും ചേർന്ന് ഗവർണറെ കാണാനെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ അവസാന ആഗ്രഹങ്ങളിലൊന്നായിരുന്നു നിമിഷയുടെ മോചനം. ഈ കൂടിക്കാഴ്ചയുമായി ദീപ ജോസഫ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ദീപയുടെ കുറിപ്പിൽ നിന്നും, ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ഗവർണറെ അമ്മയോടൊപ്പം വന്ന് കാണാൻ സമയം നൽകാമോ എന്ന് ചോദിച്ച് ശ്രീ ചാണ്ടി ഉമ്മൻ വിളിച്ചത് 1 മണിക്ക്. 2 ആഴ്ച മുൻപ് ചാണ്ടി ഉമ്മൻ രാജ്ഭവനിലെത്തിയിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കാനായിരുന്നു. ഗവർണർ കുശലാന്വേഷണത്തിനിടെ അമ്മയെക്കുറിച്ച് തിരക്കുകയും കൂട്ടി വരണമെന്ന് പറയുകയും ചെയ്തു. അത് പാലിക്കാനാണ് ചാണ്ടി എന്ന് വിളിച്ചതെന്ന് കരുതി. 3 മണിക്ക് അമ്മയും മകനും വന്നത് വെറുതെ കാണാനായിരുന്നില്ല. വന്ന കാര്യം പറഞ്ഞ ശ്രീമതി മറിയാമ്മ ഉമ്മന്റെയും കേട്ട ബഹുമാനപ്പെട്ട ഗവർണറുടെയും കണ്ണുകൾ നിറഞ്ഞു. യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഉമ്മൻചാണ്ടി ഏറെ പ്രയത്നിച്ചിരുന്നു. ഫലം കാണാതെയാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ചരമവാർഷിക തലേന്ന് നിമിഷയെ തൂക്കിക്കൊല്ലുന്നു വാർത്ത കേട്ടപ്പോൾ മുതൽ വല്ലാത്തൊരു തേങ്ങൽ. ആ കുട്ടി നിരപരാധിയാണ്, കുടുക്കിൽപ്പെട്ടതാണ് എന്ന് ഉമ്മൻചാണ്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഗവർണർ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. വികാര വായ്പോടെ മറിയാമ്മ ഉമ്മൻ പറഞ്ഞപ്പോൾ ശ്രീ ആർലേക്കറുടെ കണ്ണും നനഞ്ഞു. ആരെയൊക്കെ വിളിച്ച് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം എന്ന ഉറപ്പിൽ നന്മയുടെയും കരുണയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ അംശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഗവർണറുടെ ഫോൺ നിശബ്ദമായിരുന്നില്ല. ഡൽഹിയിലും ഗൾഫിലും ഔദ്യോഗികമായും അല്ലാതെയും സ്വാധീനമുള്ള പലരെയും വിളിക്കുന്നു. മോചന സാധ്യത നേരിയത് എന്ന മറുപടികൾ വിഷമപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ രാത്രി വൈകിയും ശ്രമം തുടർന്നു. കഴിഞ്ഞ 6 വർഷമായി നിമിഷയുടെ മോചനത്തിനായി ശ്രമിക്കുന്നു. ഇനി വെറും 6 ദിവസങ്ങൾ മാത്രം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ശ്രമങ്ങൾ ഒന്നൊഴിയാതെ ഓർമ്മയിൽ വരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളും എല്ലാം തന്നെ ചോദിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും മനസ്സിൽ അവളുടെ മോചനം മാത്രമാണ് ചിന്ത. ചാണ്ടി ഉമ്മനും മരിയ ചേച്ചിയും വളരെ ആത്മാർത്ഥമായി ഞങ്ങളോടൊപ്പം ഉണ്ടെന്നത് വളരെ ശക്തി പകരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാനത്തെ സംഭാഷണം, അതും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ച വേളയിൽ. ദീപ, ഞാൻ എൻ്റെ ശ്രമങ്ങൾ തുടരുന്നു, നിമിഷപ്രിയ രക്ഷപ്പെടും എന്നാണ് സാറ് പറഞ്ഞത്. ഇനിയുമുള്ള ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലാലിൻ്റെ കുടുംബം ദയാദനം സ്വീകരിച്ച് നിമിഷയ്ക്ക് മാപ്പ് കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.